ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ തിരുവാഭരണ മുൻ കമ്മീഷണർ KS ബൈജു വീണ്ടും SIT കസ്റ്റഡിയിൽ. പുതിയ കണ്ടെത്തലിന്റെ അടിസ്ഥാനത്തിലാണ് കസ്റ്റഡിയിൽ വേണമെന്ന ആവശ്യം അന്വേഷണ സംഘം ഉന്നയിച്ചത്. അതേസമയം കട്ടിളപ്പാളിയിലെ സ്വർണം കടത്തിയ കേസിൽ KS ബൈജുവിന്റെ ജാമ്യാപേക്ഷ കൊല്ലം വിജിലൻസ് കോടതി തള്ളി. ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ 7ാം പ്രതിയായ മുൻ തിരുവാഭരണ കമ്മീഷണർ KS ബൈജുവിനെയാണ് പ്രത്യേക അന്വേഷണ സംഘം വീണ്ടും കസ്റ്റഡിയിൽ വാങ്ങിയത്. പുതിയ കണ്ടെത്തലിന്റെ അടിസ്ഥാനത്തിൽ KS ബൈജുവിന്റെ മൊഴിയെടുക്കേണ്ടത് അനിവാര്യമെന്ന് SIT കോടതിയിൽ വാദിച്ചു. പ്രോസിക്യൂഷൻ വാദം അംഗീകരിച്ച കോടതി ഒരു ദിവസത്തേക്ക് കസ്റ്റഡിയിൽ വിടുകയായിരുന്നു. ദ്വാരപാലക ശില്പങ്ങളിലെ സ്വർണം കടത്തിയ കേസിലാണ് KS ബൈജുവിനെ കസ്റ്റഡിയിൽ വിട്ടത്. അതേസമയം കട്ടളപ്പാളിയിലെ സ്വർണം കടത്തിയ കേസിൽ KS ബൈജുവിന്റെ ജാമ്യാപേക്ഷ കൊല്ലം വിജിലൻസ് കോടതി തള്ളി. കേസിൽ മുൻ എക്സിക്യൂട്ടീവ് ഓഫീസർ D സുധീഷ് കുമാറിന്റെ ജാമ്യാപേക്ഷ പരിഗണിച്ച കോടതി വിശദമായ വാദം കേൾക്കാൻ അടുത്ത മാസം 3 മാറ്റി. ഡിസംബർ 3 മുൻ ദേവസ്വം ബോർഡ് കമ്മീഷണർ N വാസുവിന്റെ ജാമ്യാപേക്ഷയിലും കൊല്ലം വിജിലൻസ് കോടതി വിധി പറയും. 24 കൊല്ലം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.